ഹലോ ഗായ്സ്, ഇന്ന് എവിടെ പോണേന്നറിയോ? മിസ് ചെയ്യും. ഇന്ന് ഞങ്ങൾ പോകുന്നത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ലിഫ്റ്റിൽ കയറാണ്. ലോകത്തിലെ തന്നെ ന്യൂ ഇയർ ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡിലെ തന്നെ ഏറ്റവും മെയിൻ ടോപ്പ് അട്രാക്ഷനാണ് ഇവിടുത്തെ സ്കൈ ടവറിലുള്ള ഫയർ വർക്ക്സ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സിറ്റി എന്ത് ഓണാന്ന് നോക്കി. ഈ സമയത്തും ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു സിറ്റി ഫുൾ ഓണായിരിക്കും, കുറേ ആൾക്കാരുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചേ. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. എല്ലാവരും തന്നെ അവരവരുടെ ഫുഡ് സ്പോട്സിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പെരുന്നാളിലും പൂരപ്പറമ്പിനൊക്കെ കാണുന്നതേ അതേ ബലൂൺ. ഒരു ആവേശത്തിന് പോയി റേറ്റ് പോയി ചോദിച്ചതാണ് കേട്ടോ. $10 ആയിരുന്നു ആ ഒരു ബലൂണിന്. കുറച്ച് നാളെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ചുറോസ് കഴിക്കണം എന്നുള്ളത്. അങ്ങനെ കെട്ടിയനും സോപ്പിട്ട് ഒരു ചുറോസ് അങ്ങ് മേടിച്ചു. ചുറോസിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയുന്നവർ കമൻറ്റ് ബിലോ. ഇതിൻ്റെ കൂടെ ഒരു സോസും കൂടെ കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് കൊതിച്ചയായി ഞാൻ ചൂസ് ചെയ്തത് ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പറയുന്നത്ര ഹൈപ്പൊന്നും ഇല്ല കേട്ടോ ഈ സംഭവത്തിന്, എന്നാലും ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ചുമ്മാ രസത്തിന് ഇടയ്ക്കൊക്കെ മേടിച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. എൻ്റെ കഴിപ്പ് കണ്ടിട്ടാണോന്ന് അറിയില്ല, അവിടെ ഒരു കിളിയൊക്കെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. യാദർശികമായിട്ടാണ്ടോ ഞാൻ ആ കാഴ്ച കണ്ടത്. ദേ നിൽക്കുന്നു ഒരു കുതിര. ഇവിടെ ഒത്തിരി പെറ്റ് ലവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കുതിരേനെ ചുറ്റിനും നിറച്ച ആളുകളായിരുന്നു കേട്ടോ. മീറ്റ് മൈ ഫ്രണ്ട് അലീന. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ പോകുന്നത്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നടി നവ്യ നായർ ഉണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. യെസ്, ദി മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ന്യൂ ഇയർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ വക ഒരു ഡാൻസും പരിപാടികളൊക്കെ. യാതൊരു രീതിയിലുള്ള റേസസ് ഇല്ലാണ്ട് ഫോറിനേഴ്സും അവരുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി വരാൻ പോകുന്ന 2025, let it be filled with all the fun, love and happiness. ഞങ്ങൾ തിരിച്ചതേ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് ടയേർഡായെങ്കിലും ഇവിടെ വന്നപ്പോൾ എല്ലാം വർത്തായിരുന്നു കേട്ടോ. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻസ് വൺസ് ഇൻ എ ഇയർ, സോ ഇത് ഒരിക്കലും മിസ്സാക്കാനും തോന്നിയില്ല. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്.
കേട്ടോ